ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന +2 സോഷ്യോളജിയുടെ മോഡൽ എക്സാമിന് എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒരുവിധമായിട്ടുണ്ടാവും എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ എന്താണ് പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എഴുതണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെയാണ് കുറവ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് അടുത്ത പബ്ലിക് എക്സാമിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല മാർക്കിൽ വിജയിച്ച് വരാനായിട്ട് സാധിക്കൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാം ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനെ പോലെയൊന്നും അല്ല, മറിച്ച് എന്താണ് ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട കേട്ടോ. ഓക്കെ, നമ്മളെ കോണ്ടന്റിലൊന്നും ഒരു മാറ്റമില്ല. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരും, അത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ എഴുതാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എന്താണോ നമ്മൾ പഠിച്ചത് അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് എന്താണ് അത് മനസ്സിലാകാതിരിക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മിസ് ആദ്യം തന്നെ പറയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മിസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് മിസ് ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് എന്ത് ചെയ്യാം മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് ഇടാം. ഓക്കെ, അതായത് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം അതിൽ മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചാൽ മതി, അതിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ അങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, എങ്കിലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് പാർഷ്യൽ ഇൻ ദ അനാലിസിസ് ഓഫ് സൊസൈറ്റി വൈ. അതായത് സാമാന്യ ബുദ്ധിയിലൂടെയുള്ള അറിവ് സമൂഹ വിശകലനത്തിന് അപൂർണമാണ്, എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നമുക്ക് എന്താണ് കോമൺ സെൻസ് നോളജ് നമ്മളെ സറൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ്, അതിന് തെളിവുകളൊന്നുമില്ല, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെയായിരിക്കും വരിക എന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ അടുത്തത്, അതായത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് അതൊന്നും മനസ്സിലാവാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അവർ നോളജ് അബൌട്ട് സൊസൈറ്റി ഈസ് ഓഫൺ പാർഷ്യൽ ആൻഡ് ബയാസ്ഡ്. വാട്ട് ആർ ദ വേസ് ദാറ്റ് സോഷ്യോളജി സജസ്റ്റ് ടു ഓവർകം ദിസ് ഇഷ്യൂ. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഭാഗികവും ചായ്വും ഉള്ളതുമാണ്. ഈ പ്രശ്നത്തെ നേരിടുന്നതിന് സമൂഹശാസ്ത്രം നിർണ്ണയിക്കുന്ന വഴികളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എഴുതേണ്ടതാണ് ഇത് സെൽഫ് റിഫ്ലെക്സിവിറ്റി, സോഷ്യൽ മാപ്പ്, അതായത് ആത്മപ്രതിഫലനം, സാമൂഹ്യ ഭൂപടം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണത്, എങ്ങനെയാണത് പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. സോഷ്യോളജി ഈസ് എ സബ്ജക്റ്റ് വിച്ച് നോ വൺ സ്റ്റാർട്ട്സ് ഫ്രം സീറോ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. സമൂഹശാസ്ത്രം എന്ന വിഷയം ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങേണ്ട ഒന്നല്ല, ഈ പ്രസ്താവന സമർത്ഥിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പ്രിയർ നോളജ്, മുന്നറിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതണം നിങ്ങൾ, മാർക്ക് അനുസരിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. അടുത്തത് ചാപ്റ്റർ 2 ആണ്. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാ ശാസ്ത്രഘടന. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ ട്രാൻസിഷണൽ സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യ പരിവർത്തന ഘട്ടത്തിൽ ജനസംഖ്യ വിസ്ഫോടനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ സ്റ്റേജിലാണ് അല്ലേ. അപ്പോൾ അത് മുഴുവൻ സ്റ്റേജും വിശദീകരിച്ച് എഴുതണം, ആരാണ് ഇതിൻ്റെ അഡ്വക്കേറ്റ് എന്നെല്ലാം എഴുതണം. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഡെവലപ്ഡ് ടു എക്സ്പ്ലെയിൻ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ജനസംഖ്യാപരമായ പരിവർത്തനം വിശദീകരിക്കാൻ വികസിപ്പിച്ച ആശയങ്ങളും സിദ്ധാന്തങ്ങളും വിശദീകരിക്കുക. അവിടെയാണ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അതായത് ജനനനിരക്ക് മരണനിരക്കൊക്കെ പറയേണ്ടത്. ഓക്കെ, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ദ പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഹാസ് ബീൻ പ്രൂവ്ഡ് ടു ബി ഫോൾസ്. എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ദ റീസൺസ് ഫോർ ഇറ്റ്സ് ഫെയിലിയർ. അതായത് മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തത്തിൻ്റെ പ്രവചനങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധാന്തം വിശദീകരിച്ച് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ വിമർശനാത്മകമായി വിശദീകരിക്കുക. അപ്പം മാൽത്തൂസിയൻ തിയറിയുടെ ക്രിട്ടിക്കാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. വാട്ട് ഈസ് മീൻ ബൈ ഏജ് സ്ട്രക്ചർ ഓഫ് ദ പോപ്പുലേഷൻ, വൈ ഇറ്റ് ഈസ് റെലവൻറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ജനസംഖ്യയുടെ പ്രായഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഇത് പ്രസക്തമാക്കുന്നത് എന്തുകൊണ്ട്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഡിവിഡൻഡ്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, അവിടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡിൻ്റെ മലയാളം ജനസംഖ്യ ലാഭവിഹിതം എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അത്രയും കാര്യങ്ങൾ അതൊക്കെ കണക്ട് ചെയ്ത് എഴുതണേ. പിന്നെ മിസ് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളുണ്ട്, അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. അത് ഓൾറെഡി മിസ് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അതിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എസ്സേ ക്വസ്റ്റ്യനും അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യനും എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ കോമൺലി സൈറ്റഡ് ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം ആൻഡ് എക്സാമിൻ ഹൗ ഫാർ ദീസ് ഫീച്ചേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. പരമ്പരാഗത ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ച് സമകാലിക ഇന്ത്യൻ സമൂഹത്തിൽ അവയുടെ പ്രസക്തി പരിശോധിക്കുക. എളുപ്പമാണല്ലോ, ഇതെല്ലാം കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് നോക്കാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് there arose a change in the relationship between caste and other social groups. Examine the statement. സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം ജാതിയും സാമൂഹിക ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസ്താവനയെ വിലയിരുത്തുക. അപ്പോൾ ഇവിടെ എന്താ എഴുതണ്ടേ? കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, അതായത് ജാതിയും രാഷ്ട്രീയവും, അതുപോലെ കാസ്റ്റ് ആൻഡ് ക്ലാസ്, ജാതിയും വർഗവും തമ്മിലുള്ള ബന്ധം, ഇന്റർകാസ്റ്റ് റിലേഷൻ, അതായത് ജാതികൾ തമ്മിലുള്ള ബന്ധം, അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. ദ മാർക്കറ്റ് ആസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് സോഷ്യോളജിക്കൽ പെർസെപ്ഷൻ ഓഫ് ദ മാർക്കറ്റ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ അതർ ഡിസിപ്ലിൻസ്, അതായത് വിപണിയെക്കുറിച്ചുള്ള സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഇതര വിഷയങ്ങളുടേതിൽ നിന്ന് എപ്രകാരമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതായത് സമൂഹശാസ്ത്രജ്ഞൻ എങ്ങനെ വിപണിയെ കാണാം? മാർക്കറ്റ് ആസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ അതെങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. അക്കോർഡിംഗ് ടു ദ ഒപ്പീനിയൻ ഓഫ് ആദം സ്മിത്ത് ദ അൺസീൻ ഫോഴ്സ് വാസ് കോൾഡ് ദ ഇൻവിസിബിൾ ഹാൻഡ്. എക്സ്പ്ലെയിൻ, അതായത് ആദം സ്മിത്തിന്റെ അഭിപ്രായം അനുസരിച്ച് അദൃശ്യ ശക്തിയെ അദൃശ്യകരം എന്നാണ് വിളിക്കുന്നത്. വിശദീകരിക്കുക. ഓക്കെ ആണല്ലോ, ഇതൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്റർ 5 നോക്കാം. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, സാമൂഹിക അസമത്വത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും രീതികൾ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് നോട്ട് ദ ഔട്ട്കം ഓഫ് ഇനേറ്റ് ഓർ നാച്ചുറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ പീപ്പിൾ ബട്ട് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ വിച്ച് ദേ ലീവ്. സബ്സ്റ്റാൻഷിയേറ്റ്, അതായത് സാമൂഹ്യ അസമത്വം എന്നത് ജനങ്ങൾ തമ്മിലുള്ള ജന്മസിദ്ധമായതോ സ്വാഭാവികമായതോ ആയ വ്യത്യാസങ്ങളുടെ അനന്തരഫലമല്ല, മറിച്ച് വ്യക്തികൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ സൃഷ്ടിയാണ്. സമർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം അല്ല, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ യെസ് പറയുകയാണെങ്കിൽ യെസ്സിനെ സാധൂകരിക്കുന്ന സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ആൻസർ എഴുതണം. നോ എങ്കിൽ ആ നോക്കുള്ള കാരണങ്ങൾ നിങ്ങൾ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് പറയുമ്പോഴും എന്താണ് അതിനെ വ്യക്തമാക്കാൻ കാരണങ്ങൾ വേണം. ഓക്കെ, ഏറെയും ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും കേട്ടോ. അടുത്തത്. ദ ഇയർ ഓഫ് 1990 വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സ്ട്രഗിൾ ഫോർ ദ OBCs. ഹൗ, മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ സമരചരിത്രത്തിലെ നാഴികക്കല്ലാണ് 1900 എന്ന വർഷം. എങ്ങനെ, അതായത് മണ്ഡൽ കമ്മീഷന്റെ കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തത്. മേജർ കൺസേൺസ് ഓഫ് ആദിവാസീസ് ടുഡേ, ഇന്നത്തെ ആദിവാസികളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 6 നോക്കാം. മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോസൊക്കെ കാണാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് സ്പീഡാക്കി പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി വിച്ച് പ്രൊവൈഡ് ഇന്ത്യൻ സൊസൈറ്റി ഇറ്റ്സ് കോമ്പോസിറ്റ് കൾച്ചർ, അതായത് ഇന്ത്യൻ സമൂഹത്തിന് ഒരു സമഗ്ര സ്വഭാവം പ്രദാനം ചെയ്യുന്ന വിവിധ ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, അതായത് ജിയോഗ്രഫിക്കൽ തിങ്സ്, റേഷ്യൽ, അതുപോലെ റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാം ഇവിടെ. ഓക്കെ ആണല്ലോ. അടുത്തത്. വാട്ട് ഈസ് മൈനോറിറ്റി? വൈ ഡു മൈനോറിറ്റീസ് നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം ദ സ്റ്റേറ്റ്? ന്യൂനപക്ഷം എന്നാൽ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഗവൺമെന്റിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെടുന്നത്? അവർ ആരെയാണ് ഭയക്കുന്നത്? മെജോറിറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മിസ് ഒരു വേർഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7th ചാപ്റ്റർ മിസ് എന്താണ് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് നോക്കണം. അതായത് ഫുൾ മാർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ, ഫുൾ മാർക്കാണ് ലക്ഷ്യം എന്നുള്ളവർ, അവരെന്തായാലും എന്ത് ചെയ്യുക, ആ ഒരു 7th ചാപ്റ്ററും വിടാതെ ഒന്ന് നോക്കുക കേട്ടോ. അതായത് അതിലെ മെയിനായിട്ട് അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂ, ആ കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അല്ലാത്തവർ ആ ഒരു ചാപ്റ്റർ നോക്കേണ്ട, അതിൽ നിന്ന് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ഇനി വന്നു കഴിഞ്ഞാൽ മാർക്ക് പോകും എന്ന് പേടിയുള്ളവർ അത് നോക്കാം. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 8 സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം.
അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ പ്രോസസ്സസ് ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് ഫോളോ ദ വേ ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ വെസ്റ്റ്. സബ്സ്റ്റാൻഷിയേറ്റ്, അതായത് ഇന്ത്യയിൽ ഉണ്ടായ വ്യവസായ നഗരവൽക്കരണ പ്രക്രിയകൾ പാശ്ചാത്യ മാതൃകയിലല്ല ഉണ്ടായത്. വിവരിക്കുക. അതായത് യൂറോപ്പിൽ എങ്ങനെയാണ് പെട്ടെന്ന് അവർ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും പ്രോസസ്സ് ഉണ്ടായതാണ്. അപ്പോൾ പീപ്പിൾസ് അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അർബൻ പോപ്പുലേഷൻ കൂടാനായിട്ട് തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്പിലുണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ അർബനൈസേഷനും വന്നത് തന്നെ ആര് കൊണ്ടുവരികയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ, അല്ലേ? ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. അത് എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റിനാണോ? അല്ല, അവരുടെ ഇൻട്രസ്റ്റിനാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ എന്തുണ്ടായി? അപവ്യവസായവൽക്കരണം, അതായത് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് നമ്മുടെ കൈത്തറി പോലുള്ള ഇൻഡസ്ട്രീസൊക്കെ എന്താണ് തകരാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതിലെഴുതണ്ടേ കേട്ടോ. അടുത്തത് ഹൗ കൊളോണിയലിസം ഇമ്പാക്റ്റഡ് അവർ ലീവ്സ്, അതായത് കോളനിവൽക്കരണം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്താണ് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയാം, നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ ടൈ വന്നത് അതായത് നമ്മുടെ കൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ ടെക്നോളജിയിലുണ്ടായ മാറ്റം, ആ കാര്യങ്ങളൊക്കെ എഴുതാം. അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളും രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം, പാർലമെൻ്ററി സിസ്റ്റം, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? നമ്മൾ പുറം രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ 9 ആണ് കൾച്ചറൽ ചേഞ്ചസ്, സാംസ്കാരിക മാറ്റം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ 19th and 20th സെഞ്ച്വറി. 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അത് കറക്റ്റായിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് വെസ്റ്റേണൈസേഷൻ ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോംസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ. എക്സ്പ്ലെയിൻ, അതായത് പാശ്ചാത്യവൽക്കരണം പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ ഒരു അനുകരണമാണ്. വിശദീകരിക്കുക. ഓക്കെ, വെസ്റ്റേണൈസേഷൻ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 10 ആണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർപ്രിട്ടേഷൻ ടു എയ്ഡ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് ഭരണഘടനാപരമായ മാനദണ്ഡങ്ങളും സാമൂഹ്യ നീതിയും വ്യാഖ്യാനങ്ങളും വിശദീകരിക്കുക. ഓക്കെ, അടുത്തത് അനലൈസ് സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ സാമൂഹ്യപരമായ പ്രാധാന്യം വിശകലനം ചെയ്യാനാണ്. അവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് ടൈപ്പിങ്ങിലുണ്ടായ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്ട്രക്ചർ, പഞ്ചായത്ത് രാജിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ് ഒക്കെ എഴുതണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഒരു കാര്യം മിസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു വീഡിയോയിൽ എന്താണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ എന്തായാലും ഈ ഒരു സോഷ്യോളജിയിൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ മറ്റു വീഡിയോസും കൂടെ നിങ്ങൾ കാണാം. അതിൽ 1 വേർഡും എസ് ക്വസ്റ്റ്യനും ബാക്കി ഷോർട്ട് എസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് കാണിക്കാനാണ്. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 11 ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ റൂറൽ ഏരിയ, ഗ്രാമപ്രദേശത്തെ ജാതിയുടെയും വർഗത്തിൻ്റെയും ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കാൻ. അതായത് നമുക്കറിയാം ജാതിയാണ് അന്ന് നമ്മളെ സാമൂഹ്യ സ്ഥാനം തന്നെ നിർണ്ണയിക്കുന്നത്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, അടുത്തത് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബർ ഫോഴ്സ്, കാർഷിക തൊഴിലാളികളുടെ സ്ത്രീവൽക്കരണം. അതായത് നമ്മൾ പഠിച്ചതാണ് സർക്കുലേഷൻ ഓഫ് ലേബറിൻ്റെ ആ ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ 12 ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യവസായ സമൂഹത്തിലെ മാറ്റവും വികസനവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സെൽ ഇറ്റ്സ് ഷെയർ ഇൻ പബ്ലിക് സെക്ടർ കമ്പനീസ്, പോയിന്റ് ഔട്ട് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ദ വർക്കേഴ്സ്. ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അതിൻ്റെ ഓഹരി വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രത്യാഘാതം ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ കേട്ടോ. അത് നിങ്ങൾ വിശദീകരിച്ച് എഴുതുക. തൊഴിലാളികൾ എന്താണ്, കമ്പനിയിൽ എന്താണ്, ആളുകളെ കുറയ്ക്കുന്ന പ്രക്രിയയാണ്, മെഷീൻസ് ആണ് കൂടുന്നത്. അപ്പോൾ എന്താണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അടുത്തത് ഹൗ ഹാസ് ലിബറലൈസേഷൻ എഫക്റ്റഡ് എംപ്ലോയ്മെൻറ്റ് പാറ്റേൺസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തൊഴിൽ രീതിയെ ഉദാരവൽക്കരണം സ്വാധീനിച്ചത് എങ്ങനെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളല്ല, ഇതൊക്കെ എന്താണ് സോഷ്യോളജിയാണ്. സോഷ്യോളജിയിൽ നമുക്ക് പലതരത്തിലുള്ള അറിവുണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ എഴുതാം കേട്ടോ. അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എഴുതാം. പക്ഷേ അതെന്താണ് കറക്റ്റ് കാര്യങ്ങളായിരിക്കണം. ഓക്കെ, നിങ്ങളെ കോമൺ സെൻസ് നോളജ് ആവരുത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 13 നോക്കാം, ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതായത് ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കൊളോണിയലിസം ആൻഡ് ഗ്ലോബൽ കണക്ഷൻ, കോളനിവൽക്കരണവും ആഗോള പരസ്പര ബന്ധവും എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ,
അതായത് ഇന്ത്യ എന്താണ് മുൻപ് തന്നെ എന്താണ് കൊളോണിയലിസ്റ്റ് കാലഘട്ടത്തിൽ തന്നെ എന്താണ് ഈ ഒരു ആഗോള കൺട്രികളുമായിട്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 14 ആണ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബഹുജന മാധ്യമങ്ങളും ആശയവിനിമയങ്ങളും. അതിൽ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മാസ് മീഡിയ ഈസ് എ പാർട്ട് ഓഫ് അവർ എവറി ഡേ ലൈഫ്, എക്സ്പ്ലെയിൻ. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ബഹുജന മാധ്യമം, വിശദീകരിക്കുക. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 15 ആണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ റിഫോംസ്, പരിഷ്കരണ മുന്നേറ്റങ്ങളുടെ പരിമിതികൾ എഴുതാനാണ്. ഓക്കെ, അടുത്തത് വൈ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യോളജി, സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനം സമൂഹശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ളതാകുന്നത് എങ്ങനെ. അപ്പോൾ ഒരു സാമൂഹ്യ പ്രസ്ഥാനം വരണമെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, അതിന് എന്താണ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വരുന്നത്, സോഷ്യൽ റിഫോംസ് വരുന്നത്. അപ്പോൾ അത് സൊസൈറ്റിയുടെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന ഒരാൾ, സമൂഹശാസ്ത്രജ്ഞൻ എന്താണ് തികച്ചും എന്ത് മനസ്സിലാകണം, സമൂഹത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാര്യമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതണം നിങ്ങൾ. ഓക്കെ, അടുത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങളും പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ, അതുപോലെ മിസ് പറഞ്ഞ ആ ഒരു വീഡിയോ കേട്ടോ, അതായത് മിസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതൊക്കെ മിസ് എന്താണ് ചെയ്തത്, ഇത് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്, അത് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യനും 1 വേർഡ് ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേ ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഷുവറാണ് എന്താ ഫുൾ മാർക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ആരും ടെൻഷൻ അടിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട. എക്സാമൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടക്കും. നിങ്ങൾ നന്നായിട്ട് എന്താണ് എക്സാം എഴുതിയാൽ മാത്രം മതി. പഠിച്ച കാര്യങ്ങൾ എഴുതാതെ ഒരിക്കലും വരരുത്. ചില സ്റ്റുഡൻസിന് അതാണ് കുഴപ്പം, ടെൻഷനായിട്ട് എന്താണ് പഠിച്ചതൊക്കെ മറക്കും, അല്ലെങ്കിൽ എഴുതാൻ മറക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, കൂളായിട്ട് തന്നെ എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ മിസ് ഇപ്പോൾ ടൈം മിസ് പറയാം. ടൈം ഏകദേശം 5:54 ആണ് മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വോയിസ് കൊടുക്കുന്നത്. ഓക്കെ, 5:54. ഇന്നത്തെ ദിവസം 16-ാം തീയതി സൺഡേ ആണ്, വൈകിട്ടാണ്. ഓക്കെ, അപ്പോൾ മിസ് ഇത്രയും ഇതിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തിരക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഒരിക്കലും ഭയപ്പെടരുത്, അതാണ് മിസ്സിന് ഫസ്റ്റ് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും എക്സാമിനെ പേടിക്കരുത്. ഓക്കെ, അപ്പോൾ പേടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് പഠിച്ചതൊക്കെ മറക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കൂളായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല പോലെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞ് വന്ന മിസ്സിനെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ മിസ് എന്താണ് മിസ്സിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത എക്സാമിൻ്റെ വീഡിയോസായിട്ട് മിസ്സ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നാളത്തെ എക്സാമിന് എല്ലാവരും നന്നായിട്ട് എഴുതണം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ.